ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ ഉപയോഗം എന്താണ് എന്നൊക്കെ പഠിച്ചു. അതുപോലെ നമ്മളൊരു എക്സാമ്പിൾ പ്രോഗ്രാമും ചെയ്തു അല്ലേ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചിലർ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു, ഫങ്ഷൻസ് കുറച്ച് ടഫായിരുന്നു എന്ന്. അപ്പം ഇനി അങ്ങോട്ട് പോകുന്നതോറും ടഫായി വരും. അങ്ങനെയാണല്ലോ. അപ്പം ബിഗിനർ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്നതോറും കുറച്ച് ടഫായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും കുറച്ചുകൂടി വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സ്വന്തമായി കുറച്ച് റിസർച്ചും കൂടെ ചെയ്യുക. ഞാൻ പറയുന്നത് മാത്രം നോക്കാതെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസ്സുകളാണ്. അതായത് ഡാർട്ട് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഇത് മനസ്സിൽ വെക്കുക, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ പല മോഡ്യൂൾസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫങ്ഷൻസിനെ അങ്ങനെയൊക്കെ ആക്സസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടായിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ആ സ്റ്റുഡൻറ്റിന് മാർക്കുകൾ ഉണ്ടാവാം, അതുപോലെ ഒരു സ്റ്റുഡൻറ്റിന് യൂണിഫോം ഉണ്ടാവാം, പുസ്തകങ്ങളുണ്ടാവാം, ആ പഠിക്കുന്ന ക്ലാസ് ഏതാണോ അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, അതിൻ്റെ പഠിച്ച വിഷയങ്ങളുടെ മാർക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളിലൊരു സ്റ്റുഡൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസിനെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു സ്കൂളിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ കിട്ടും. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ഓക്കെ, ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യം വരുന്നത് അപ്പം ഈ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസിനെല്ലാം വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക. തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു 6-7 വീഡിയോസിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഡേറ്റ ടൈപ്പ് പഠിച്ചു, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു, ലൂപ്പുകൾ പഠിച്ചു. അപ്പോൾ അതിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പഠിച്ചു? ഫങ്ഷൻസിനെ പഠിച്ചു. ഫങ്ഷൻസ് എന്തിനു ഉപയോഗിക്കണം, കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു പടിയും കൂടെ കയറാൻ പോകണം. ഇനി ഫങ്ഷൻസിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യുന്ന തരത്തിൽ, അതായത് കുറേ ഫങ്ഷൻസിനെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു സംഭവം, അതാണ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഫങ്ഷൻസിനെയും നമ്മൾ ഇത്രയും പഠിച്ച ഡേറ്റ ടൈപ്പുകളെയും ലൂപ്പുകളെല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നതായിരുന്നു ഫങ്ഷൻസ്. ഇനി ഇതേ ഫങ്ഷൻസിനെയും അതുപോലെ കുറേ ഡേറ്റയും കൂടെ വേറൊരു ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഫങ്ഷൻസ് പോലെയല്ല ക്ലാസ്സുകൾ, കുറച്ചുകൂടി പവർഫുള്ളാണ്. ഫങ്ഷൻസ് പോലെയല്ല ക്ലാസ്സുകളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ക്ലാസ്സുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ആ ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ. ഇപ്പം പ്രോഗ്രാമിംഗ് ഓൾറെഡി അറിയാവുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്? പക്ഷേ ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ കേട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ: എ ക്ലാസ് എൻക്യാപ്സുലേറ്റ്സ് ഡേറ്റ ഫോർ ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഫങ്ഷൻസിനെയും ഡേറ്റയും എല്ലാം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇതിൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, തിയറി അത്രയും മതി. നമുക്കിനി എക്സാമ്പിൾ വെച്ച് പഠിക്കാം. കാരണം നമ്മളിവിടെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമല്ലോ. ഞാൻ മുൻകൂറായിട്ട് പറയാം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല കഷ്ടപ്പാടായിരിക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ. പക്ഷേ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഫ്ലട്ടർ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയാൽ ഫ്ലട്ടർ വളരെ എളുപ്പവുമായിരിക്കും. അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയോടുകൂടി നിങ്ങൾ പരിപാടി നിർത്തും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേഷ്യൻസോട് നിൽക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വന്തമായ കുറച്ച് റിസർച്ചും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഇഫ് അല്ലെ ഫോർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തതുപോലത്തെ ഒരു കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് ക്ലാസിൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്ലാസിൻ്റെ പേരെന്താണോ അത്. ഇപ്പം ഞാനിവിടെ ക്ലാസിൻ്റെ പേരായിട്ട് കൊടുക്കുന്നത് സ്റ്റുഡൻ്റ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷൻസിൽ എന്താ ചെയ്തത്? നമുക്ക് ഈ റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കേർലി ബ്രാക്കറ്റും ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ നമുക്കിവിടെ എറർ കാണിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ നമുക്ക് ആ റൗണ്ട് ബ്രാക്കറ്റ് ഇല്ല. അതാണ് ഫങ്ഷനുമായിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം. ഫങ്ഷനകത്ത് നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു,
പക്ഷേ ക്ലാസ്സിനകത്ത് നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് ഇല്ല. ഫംഗ്ഷനകത്ത് ആ റൗണ്ട് ബ്രാക്കറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? പാരാമീറ്റേഴ്സിനെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി അല്ലേ? പാരാമീറ്റേഴ്സിനെ ഫംഗ്ഷനകത്തേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ക്ലാസ്സിന് അങ്ങനെ ഒരു പരിപാടി ഇല്ലേ? ക്ലാസ്സിലേക്ക് നമുക്കൊന്നും അയക്കാൻ പറ്റില്ലേ? പറ്റും, പക്ഷേ ഇവിടുത്തെ മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്കതിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ക്ലാസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലാസ്സിനകത്ത് നമുക്ക് വേരിയബിൾസ്, എത്ര വേരിയബിൾസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്ലാസ്സിനകത്ത് നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സിനകത്ത് എത്ര ഫങ്ഷൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണം, ഞാൻ കുറച്ച് ഫങ്ഷൻസ് എഴുതാം അവിടെ. void print test. നമുക്കിവിടെ എന്തെങ്കിലും ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊന്നും പാസ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും വേറൊരു കാര്യം, ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതൊരു സ്റ്റാൻഡേർഡ് അപ്രോച്ചാണ്. ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമൽ കേസിലാണ് ചെയ്യുന്നത്. ക്യാമൽ കേസ് എന്താണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ എന്താണോ ആ ഒരു വേർഡ് അത് സ്മോൾ ലെറ്ററിൽ തുടങ്ങും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വേർഡ് എന്താണോ അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങും. പക്ഷേ ക്ലാസ്സിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ തുടങ്ങണം. ഓക്കെ, അത് മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അറിയും, കാരണം എറർ വരും. അപ്പോൾ ഇത് മനസ്സിലുണ്ടാവണം. ഓക്കെ, നമുക്ക് ഈ വേരിയബിൾസിനൊക്കെ കുറച്ച് വാല്യൂസ് കൊടുക്കാം. ടെസ്റ്റിംഗ് 1 0. ഇതൊന്നും ആരും വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട, വെറും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് അത്. ഇതിനകത്ത് വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ക്ലാസ് അത്. പക്ഷേ നമുക്ക് ക്ലാസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ്. അപ്പം ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട്? ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്, പിന്നെ ക്ലാസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ക്ലാസ്സിനകത്ത് എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ക്ലാസ്സിനകത്ത് എത്ര ഫങ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്ലാസ്സിനെ എങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് വിളിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ക്ലാസ്സിനെ നമ്മൾ പുറത്ത് നിന്ന് വിളിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ആർക്കും ഒരു സ്റ്റുഡൻ്റ് ആവാം അല്ലേ? അപ്പോൾ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ടൈപ്പാണോ ആ ടൈപ്പ് ഏതാണെന്നായിരുന്നു മെൻഷൻ ചെയ്തത്. ഉദാഹരണത്തിന് സ്ട്രിങ് സ്റ്റുഡൻറ്റ് നെയിം അല്ലേ? പക്ഷേ ഇവിടുത്തെ ടൈപ്പ് ഏതാ? ഈ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഏതാ? ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഏതാന്ന് നമ്മൾ എങ്ങനെ അറിയും? ഏത് ക്ലാസ്സിനാണോ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിൻ്റെ പേരാണ് ആ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ്. ഇവിടെ സ്ട്രിങ്ങോ ഇൻറ്റിജറോ ബൂളിയനോ ഒന്നുമല്ല, പകരം എന്താണ്? സ്റ്റുഡൻ്റാണ് ഇവിടുത്തെ ടൈപ്പ്. അപ്പം നമ്മൾ സ്വന്തമായ ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഈ ക്ലാസ്സിൻ്റെ പേരെന്താണോ അതാണ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ്, നമുക്കൊരാളുടെ റിയൽ നെയിം കൊടുക്കാം. ഈ വേരിയബിളിൻ്റെ നെയിമായിട്ട് നമുക്കൊരു റിയൽ നെയിം കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. അരുൺ എന്നാണ് സ്റ്റുഡൻറ്റ് ഓബ്ജക്റ്റിൻ്റെ പേര്. അരുൺ എന്നാണ് സ്റ്റുഡൻറ്റ് ഓബ്ജക്റ്റിൻ്റെ പേര്. ഈക്വൽ ടു, ഇനി അടുത്തത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ന്യൂ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഇങ്ങനെ വേണേൽ ചെയ്യാം, അതല്ല എങ്കിൽ ഈ ന്യൂ ഇല്ലാതെയും ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ ന്യൂ ഇല്ലാതെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് അഥവാ ക്ലാസ് ഏതാണോ അതിൻ്റെ പേര്, പിന്നെ ഒബ്ജക്റ്റിൻ്റെ നെയിം, എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റിലേക്ക് ആ ക്ലാസ് എന്താണോ അതിനെ നമ്മൾ വിളിക്കണം. ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് വിളിച്ച് അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ആ ക്ലാസ്സിനെ വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് ഈ കാണുന്ന ക്ലാസ്സിലെ സംഭവങ്ങളെ ആക്സസ് ചെയ്യാൻ നോക്കാം. ഒരു തവണ നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിനുള്ളിലെ എന്ത് വിളിക്കണമെങ്കിലും
നമുക്ക് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് വിളിക്കാൻ പറ്റും. അതിങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? അരുണാണ് അല്ലേ? അരുൺ ഡോട്ട്, പിന്നെ നമ്മൾ ഡോട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അരുൺ ഡോട്ട് എന്തായിരുന്നു അവിടുത്തെ ഫങ്ഷൻ്റെ പേര്? പ്രിൻ്റ് ടെസ്റ്റ്, എന്നിട്ട് സെമിക്കോളൻ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റിംഗ് ക്ലാസ് പ്രിൻ്റ് ഫങ്ഷൻ എന്ന് ഇവിടെ കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, നമുക്കത് കിട്ടി. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ക്ലാസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഫങ്ഷൻ പറഞ്ഞു, ഫങ്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ക്ലാസ് ഉപയോഗിക്കുന്നത് കോഡ് റീയൂസബിലിറ്റിയുടെ ഒരു നെക്സ്റ്റ് ലെവൽ സംഭവമായിട്ടാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. ഫങ്ഷൻസൊക്കെ എന്താ പറയുക, ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസിനേക്കാളൊക്കെ മേലെ, അതൊക്കെ മേലെ, അതാണ് ക്ലാസ്. ഇവിടുത്തെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ എന്താ അരുൺ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത് അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് മിഥുൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്തു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് വേണ്ടി ഇത്രയും ഫീൽഡുകൾ, അതായത് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ, ടെസ്റ്റിംഗ് എന്ന് പറയുന്ന വേരിയബിൾ, പിന്നെ ഒരു ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങൾ ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യപ്പെടും. അതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മിഥുൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്. ഈ മിഥുനിൻ്റെ പ്രിൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് വിളിക്കാം. ഈ സെയിം ഔട്ട്പുട്ട് തന്നെ വരുള്ളൂ, കാരണം ആ ഫംഗ്ഷൻ അതേ ചെയ്യുന്നുള്ളൂ അല്ലേ. ഈ മിഥുൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് പ്രിൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ എന്താ, നമുക്ക് അതും പ്രിൻ്റ് ചെയ്തു. അതായത് നമുക്ക് ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പ്രിൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ മിഥുൻ എന്ന് പറയുന്ന പുതിയ ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുള്ളവർ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിക്കുക. എനിക്ക് മനസ്സിലായത് നമ്മുടെ ഗ്രൂപ്പിൽ ബിഗിനേഴ്സ് മാത്രമല്ല, കുറച്ചൊക്കെ അറിയാവുന്ന ആളുകളും ഉണ്ട്, ഓൾറെഡി കോഡിങ് അറിയാവുന്ന ആളുകളും ഉണ്ട്. അപ്പം എന്നേക്കാളും നന്നായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാൾ ചിലപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് വരും. ഗ്രൂപ്പിൽ നിങ്ങൾ ഡൗട്ടുകൾ പോസ്റ്റ് ചെയ്താൽ. അപ്പോൾ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോസിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കും. പക്ഷേ ഇതൊക്കെ വെറും നിസ്സാരമാണ്. നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെറും നിസ്സാരമാണ്. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ ക്ലാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് എന്താണ്, എങ്ങനെ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം, ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്, പിന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് നെയിം, പിന്നെ എന്ത് ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ വേരിയബിൾസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ക്ലാസ്സിനെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നുള്ളതും പഠിച്ചു. ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റുകളാണ്. ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ മുൻപ് പഠിച്ച വീഡിയോസിലെ വേരിയബിൾസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് ഒബ്ജക്റ്റിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ പേരെന്താണോ അതായിരിക്കും അതിൻ്റെ ടൈപ്പ്. സ്ട്രിങ്ങിനും ഇൻറ്റിജറിനും അല്ലെ ബൂളിയനും ഒക്കെ പകരം ക്ലാസിൻ്റെ പേരെന്താണോ അതായിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ്. ഇനി ആ ഒബ്ജക്റ്റിലേക്ക് എങ്ങനെ വാല്യൂ അസൈൻ ചെയ്യും, നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് പഠിച്ചിരുന്നു. ഇപ്പോൾ സ്ട്രിങ് സ്റ്റുഡൻറ്റ് നെയിം ഈക്വൽ ടു ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്തത്, സ്റ്റുഡൻറ്റ് അരുൺ ഈക്വൽ ടു എന്താണോ ആ ക്ലാസ്സിനെ നമ്മൾ വിളിച്ചു. ഒരു ഫംഗ്ഷനെ എങ്ങനെ വിളിച്ചോ അതുപോലെ തന്നെ നമ്മൾ ആ ക്ലാസ്സിനെ വിളിച്ചു. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒബ്ജക്റ്റിന് ഈ ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ടോ അതിലേക്കെല്ലാം ആക്സസ് ഉണ്ട്. അതിനെല്ലാം നമുക്ക് ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആക്സസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനുള്ള സിൻടാക്സ് എന്താണ്, ഒബ്ജക്റ്റ് നെയിം എന്താണോ ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് പിന്നെ എന്താണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ആ ഒരു ഫീൽഡ് അത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആക്സസ് ചെയ്തത് ഫംഗ്ഷനെയാണ്. അപ്പോൾ ഫംഗ്ഷനെ എങ്ങനെയാണ്, ഫംഗ്ഷനെ നോർമലി ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആക്സസ് ചെയ്തു. ഇനി അരുൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ടെസ്റ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമുക്ക് ആക്സസ് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കാം. അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പം എളുപ്പം കിട്ടും. അരുൺ ഡോട്ട് ഇനി എങ്ങനെയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്താണോ ഒബ്ജക്റ്റ് നെയിം എന്താണോ അത് ഡോട്ട് വേരിയബിൾ എന്താണോ അത് ടെസ്റ്റ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ
ആദ്യത്തെ ടെസ്റ്റിംഗ് ക്ലാസ് പ്രിൻറ്റ് ഫംഗ്ഷന് ശേഷം ടെസ്റ്റിംഗ് 1 എന്ന് പ്രിൻറ്റ് ചെയ്യണം. കണ്ടില്ലേ, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ, അതായത് അരുൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത് ഡാർട്ടിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റ് നോക്കാം. ക്ലാസ്സിനെ തന്നെ വെച്ച് ക്ലാസ്സിലേക്ക് എങ്ങനെ ഒരു വാല്യൂ കൊടുക്കും. ഇപ്പം ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഫംഗ്ഷനിനുള്ളിലേക്ക് എങ്ങനെ ഒരു പാരാമീറ്ററിനെ അയച്ചു കൊടുക്കാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ഫംഗ്ഷൻ്റെ എന്താ പറയുക, റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സിനെ അയച്ചു, എന്നിട്ട് ഫംഗ്ഷൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ അതിനെ ആക്സസ് ചെയ്തു. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു അല്ലേ. ഇനി ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലാസ്സിൽ ഞാനിപ്പോൾ ഇതിനെ കുറച്ചുകൂടി വൃത്തിയുള്ള രീതിയിലേക്ക് മാറ്റാം. സ്റ്റുഡൻറ്റിന് ഇപ്പോൾ എന്തൊക്കെയുണ്ട്, സ്ട്രിങ് നെയിം, സ്ട്രിങ് ക്ലാസ്. ഓക്കെ, നമുക്ക് ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡാണ് കേട്ടോ. അപ്പോൾ കീവേഡുകൾ നമുക്ക് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് ഫോർ ഒരു കീവേഡാണ്, ഇഫ് ഒരു കീവേഡാണ്, അതുപോലെ മെയിൻ അതൊക്കെ ഒരു കീവേഡാണ്. അപ്പോൾ കീവേഡ്സിനെ ഒരിക്കലും നമുക്ക് ഒരു വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതൊന്ന് മനസ്സിൽ വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ഇമെയിൽ. അടുത്തതായിട്ട് എന്താണ്, മാർക്കുകൾ. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിന് ഇത്രയും ഫീൽഡുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ എറർ കാണിക്കുന്നത് കാരണം അങ്ങനെ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ആ കോഡുകളെല്ലാം കളയുവാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയിം, അതുപോലെ ഇമെയിൽ, മാർക്ക്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് എങ്ങനെ ഒരു വാല്യൂവിനെ അയക്കാം, പാരാമീറ്റേഴ്സിനെ എങ്ങനെ അയക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കും. പാരാമീറ്റേഴ്സിനെ ക്ലാസ്സിലേക്ക് അയക്കുമ്പോൾ വരുന്ന വാല്യൂസിനെ വെച്ച് ഈ ഒബ്ജക്റ്റിനെ ബിൽഡ് ചെയ്യാനൊരു സംഭവം ഉണ്ടാകും, കൺസ്ട്രക്റ്റ് ചെയ്യാനൊരു സംഭവം ഉണ്ടാകും. അതിൻ്റെ പേരാണ് കൺസ്ട്രക്റ്റർ. ഓക്കെ, കൺസ്ട്രക്റ്റർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്, വെറും ഒരു ഫങ്ഷനാണ്. ഫങ്ഷൻ എങ്ങനെ എഴുതിയോ അത് തന്നെയാണ് കൺസ്ട്രക്റ്റർ. എന്തുകൊണ്ടാണ് കൺസ്ട്രക്റ്റർ എന്ന് പറയുന്നതിന് കാര്യം, കൺസ്ട്രക്റ്ററിന് ക്ലാസിൻ്റെ പേരെന്താണോ അത് തന്നെയായിരിക്കും പേര്. ഓക്കെ, കൺസ്ട്രക്റ്റർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ തന്നെയാണ്, പക്ഷെ ആ ഫങ്ഷൻ്റെ പേരെന്തായിരിക്കും, ക്ലാസിൻ്റെ പേരെന്താണോ അത് തന്നെയായിരിക്കും. അതുപോലെ ഇവിടെ റിട്ടേൺ ടൈപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്റ്റർ എങ്ങനെയായിരിക്കും, സ്റ്റുഡൻറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ഒരു കൺസ്ട്രക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാ ഒരു ഫങ്ഷൻ, ആ ഫങ്ഷൻ്റെ പേരെന്തായിരിക്കും, ക്ലാസ് നെയിം എന്താണോ അത് തന്നെയായിരിക്കും കൺസ്ട്രക്റ്ററിൻ്റെ പേര്, ആ ഫങ്ഷൻ്റെ പേര്. ഓക്കെ, ഇവിടെ എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ക്ലാസ്, അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് അരുൺ ക്രിയേറ്റ് ചെയ്തു, അടുത്ത മിഥുൻ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ കുറേ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന ക്ലാസ് ഏതാ, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്. പക്ഷെ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ പലതായിരിക്കും അല്ലേ. ഇപ്പോൾ അരുണിൻ്റെ പേര് അരുൺ എന്നായിരിക്കും, അരുണിൻ്റെ ഇമെയിൽ വേറെ ആയിരിക്കും, മാർക്കുകൾ വേറെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൺസ്ട്രക്റ്റർ എന്ന് പറയുന്നത്. തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വാല്യൂ കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ കൺസ്ട്രക്ടർ എന്ത് ചെയ്യും, ഒരു ഫങ്ഷനാണ്. ആ ഫങ്ഷൻ പാരാമീറ്ററിനെ റിസീവ് ചെയ്ത് ക്ലാസ്സിനുള്ളിലെ പാരാമീറ്ററിലേക്ക് ആ വാല്യൂവിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫങ്ഷനകത്ത് എങ്ങനെയായിരുന്നു നമ്മൾ വാല്യൂ റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. എന്താണോ ടൈപ്പ്, നമുക്ക് കിട്ടാൻ പോകുന്ന പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ് എന്താണോ അത്, പിന്നെ ഒരു വേരിയബിൾ നെയിം. ഇവിടെ നമുക്ക് കിട്ടേണ്ട വേരിയബിൾ എന്താണ്, നെയിമാണ് അല്ലേ. അപ്പം ഞാനിവിടെ ഇതിനെ നെയിം എന്ന് കൊടുത്തു. നമുക്കിവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ കൂടെ വേണം, ഇമെയിലും വേണം, മാർക്കും വേണം. അപ്പോൾ ഇമെയിൽ നോക്കാം. ഇമെയിലിൻ്റെ ടൈപ്പ് എന്താണ്, സ്ട്രിങ് ഇമെയിൽ. അടുത്തത് മാർക്ക് എന്താണ്, ലിസ്റ്റ് ഓഫ് നം മാർക്സ്. ഇങ്ങനെയായിരുന്നു നമ്മളൊരു ഫങ്ഷനകത്ത് പാരാമീറ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് സെയിം തന്നെയാണ് കൺസ്ട്രക്ടറിലും. ഓക്കെ, കൺസ്ട്രക്ടറിലും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പാരാമീറ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് നെയിം കിട്ടി, ഇമെയിൽ കിട്ടി, മാർക്കുകൾ കിട്ടി. ഇനി എങ്ങനെ അതിനെ ഈ ക്ലാസിൻ്റെ നെയിമിലേക്കും ഇമെയിലിലേക്കും മാർക്കിലേക്കും അസൈൻ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട്
നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കീവേഡാണ് ദിസ് എന്ന് പറയുന്നത്. അതായത് ദിസ് നെയിം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിൻ്റെ നെയിം ഈക്വൽ ടു ഇവിടെ ഈ കിട്ടിയ നെയിം. ഓക്കെ, ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി കാണും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ദിസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അത് ദിസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഈ ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ വേരിയബിളാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദിസ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അരുൺ ഡോട്ട് പ്രിൻ്റ് ഡീറ്റെയിൽസ് എന്ന് വിളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫംഗ്ഷനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അരുൺ ഡോട്ട് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഈ അരുണിന് എന്താണോ വേരിയബിൾ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണോ ഫംഗ്ഷൻ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അരുൺ ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ അരുണിൻ്റെ പേരെന്താണോ അതാണ്. അതല്ലേ അരുൺ ഡോട്ട് ഇമെയിൽ എന്ന് പറഞ്ഞാൽ അരുണിൻ്റെ ഇമെയിൽ, അത് നമ്മൾ അങ്ങനെയാണ് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ആക്സസ് ചെയ്തത്? അരുൺ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് അല്ലേ. അതേ സംഭവം തന്നെ നമ്മൾ ഈ കൺസ്ട്രക്റ്റിനകത്ത് ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഒബ്ജക്റ്റിൻ്റെ പേര് നമുക്ക് അറിയില്ല ഇവിടെ അല്ലേ. കാരണം ഇവിടെ നമുക്ക് ഈ വോയിഡ് മെയിനകത്ത് ഞാനിങ്ങനെ സ്റ്റുഡൻറ്റ് മിഥുൻ അല്ലെങ്കിൽ മനു അല്ലെങ്കിൽ ജോൺ, അങ്ങനെ എനിക്ക് 100 കണക്കിന് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിന് അറിയില്ല ഈ ഒബ്ജക്റ്റിൻ്റെ പേരെന്താന്ന്, അരുണാന്ന് കൺസ്ട്രക്റ്റിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ദിസ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഈ പാസ് ചെയ്ത് വരുന്ന നെയിം എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ദിസ് ഡോട്ട് നെയിമിലേക്ക്, അതായത് ക്ലാസിൻ്റെ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യണം? അങ്ങനെ ദിസ് ഡോട്ട് ഇമെയിൽ ഈക്വൽ ടു ഇമെയിൽ. അടുത്തെന്താണ്? ദിസ് ഡോട്ട് മാർക്സ് ഈക്വൽ ടു മാർക്സ് അല്ലേ. ഇപ്പം എന്ത് സംഭവിച്ചു? നമുക്കിവിടെ കിട്ടിയ ഈ 3 വാല്യൂസും, അതായത് നെയിം കിട്ടി, ഇമെയിൽ കിട്ടി, മാർക്ക് കിട്ടി, അതിനെല്ലാം നമ്മൾ ഈ ക്ലാസിൻ്റെ നെയിമിലേക്കും ഇമെയിലിലേക്കും മാർക്കിലേക്കും അസൈൻ ചെയ്തു. അതാണ് ഈ കാണുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് അയക്കുന്ന വാല്യൂ എന്താണോ, ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയച്ചു തരുന്ന വാല്യൂ എന്താണോ അതിനെ ക്ലാസിൻ്റെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനുള്ള കൺസ്ട്രക്ടർ ഇവിടെ റെഡിയായി അല്ലേ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ നിന്ന് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ആ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടറിനെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ആ ക്ലാസ്സിനെയാണ് വിളിച്ചിരിക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ നോക്കിക്കേ, ഇനിയിപ്പോൾ നമ്മൾ എന്തിനെയാണ് വിളിച്ചിരിക്കുന്നത്? കൺസ്ട്രക്ടറിനെയാണ് വിളിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ അതേ പേര് തന്നെയാണ്. ഇനി നമുക്കിവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാം? നമ്മൾ മുൻപുള്ള എക്സാമ്പിൾസിൽ നമ്മൾ ഒരു വേരിയബിൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. സ്ട്രിങ് നെയിം ഈക്വൽ ടു ടെസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിൾ ആയിരുന്നു ഇവിടെ പാസ് ചെയ്തത്. പക്ഷേ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അങ്ങനെ വേരിയബിൾ തന്നെ പാസ് ചെയ്യണമെന്നില്ല, നമുക്ക് വാല്യൂ ഡയറക്റ്റായിട്ട് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം ഞാനിവിടെ അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വേരിയബിൾസ് ഒന്നും വേറെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ആ വാല്യൂ എന്താണോ റിയൽ വാല്യൂ അതങ്ങ് പാസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പേര്, നെയിം എന്ന് പറയുന്നത് അരുൺ, ഇമെയിൽ എന്ന് പറയുന്നത് arun@email.com, ചുമ്മാ ഒരു സാമ്പിൾ ഇമെയിലാണ്. അടുത്തത് മാർക്ക് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് മാർക്കുകളാണ്. ഇപ്പോൾ 10, 20, 30. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് ബ്രീഫായിട്ട് പറയാം. മനസ്സിലായി കാണുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ്. നമുക്ക് ഓൾറെഡി ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൻ്റെ കുറേ ഫീൽഡുകളുണ്ട്. അതായത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീൽഡുകളാണ് ഈ കാണുന്നത്, നെയിം, ഇമെയിൽ, മാർക്ക്. അങ്ങനെ കിട്ടുന്ന ആ ഫീൽഡുകൾ, ആ വാല്യൂസിനെ ഈ ക്ലാസിൻ്റെ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഫംഗ്ഷൻ തന്നെ, പക്ഷേ ക്ലാസിൻ്റെ നെയിം തന്നെയായിരിക്കും. അതാണ് കൺസ്ട്രക്ടറിൻ്റെ വ്യത്യാസം. ഇനി അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു ഫംഗ്ഷനകത്ത് എങ്ങനെ വാല്യൂ പാരാമീറ്റർ പാസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ പാരാമീറ്റേഴ്സിനെ വേരിയബിൾസ് ആക്കി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വേരിയബിൾസിന്, നമുക്ക് റിസീവ് ചെയ്ത വേരിയബിൾസിലെ വാല്യൂസിനെ
ആ ക്ലാസിൻ്റെ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യുന്നു. ആ ക്ലാസിൻ്റെ വേരിയബിൾ, അതായത് ക്ലാസിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ക്രിയേറ്റ് ചെയ്ത അരുൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസ് ആണ്. പിന്നെ അത് അപ്പം ആ ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പേര് നമുക്കറിയില്ല, അരുണാണോ മിഥുനാണോ ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ദിസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റാണ് ദിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അത് അരുണാണ്. അപ്പോൾ അരുണിൻ്റെ നെയിം എന്തായിട്ട് മാറുന്നു? ഈ അയച്ചു കൊടുക്കുന്ന വാല്യൂ ഇവിടെ എത്തി, ആ വാല്യൂ വീണ്ടും അരുൺ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അത്രയാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് ഇനി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ധാരണ കിട്ടും. പ്രിൻ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് ആദ്യം. ഓക്കെ, ഒബ്ജക്റ്റ് എപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നോ അപ്പോൾ തന്നെ ഈ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വാല്യൂസ് വെച്ച് ഒബ്ജക്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് മനസ്സിലുണ്ടാവണം. നമ്മളിവിടെ പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് തൽക്കാലം ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാം, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് വോയിഡ് മെയിനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കാം. അരുൺ ഡോട്ട് പ്രിൻ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ എന്ത് കിട്ടണം? സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം കൺസോളിൽ. ഓക്കെ, അത് വർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? ഈ അയച്ചു കൊടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അരുൺ പേര്, ഇമെയിൽ, മാർക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഫംഗ്ഷനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. നെയിം പ്ലസ് ഇനി നമുക്ക് ഈ ക്ലാസിൻ്റെ അല്ലെ ഈ ഒരു അരുൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിം കിട്ടണം. അതെങ്ങനെയാണ് നമ്മളിവിടെ ആക്സസ് ചെയ്ത്? ദിസ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു നെയിം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഇവിടെ നിന്ന് അയച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വെറുതെ നെയിം എന്ന് വിളിച്ചാൽ മതി, നമുക്ക് ആ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ എന്താ പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ പറയുന്ന ക്ലാസിൻ്റെ നെയിമാണ് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ദിസ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അയച്ചു കൊടുത്ത, അതായത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അയച്ചു കൊടുത്ത അരുൺ എന്ന് പറയുന്ന ആ വാല്യൂ നെയിമായിട്ട് നമുക്കിവിടെ ഈ ഫംഗ്ഷനിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റി. അടുത്ത എന്തൊക്കെ വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്? ഇമെയിൽ. എങ്ങനെ പ്രിൻ്റ് ചെയ്യും ഇമെയിൽ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇമെയിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റി. അടുത്തായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മാർക്കാണ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്തു? ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നം ടോട്ടൽ മാർക്ക്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയ? നമുക്ക് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് അരുണിൻ്റെ മാർക്ക് എങ്ങനെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ദിസ് ഡോട്ട് മാർക്സ്. എങ്ങനെയാണ് ലിസ്റ്റിൽ നിന്നും ഓരോ മാർക്കിനെ പുള്ളി ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ഫെച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ദിസ് ഡോട്ട് മാർക്സ് 1. എത്ര മാർക്കുണ്ട് നമുക്കിവിടെ? 3 മാർക്കേ ഉള്ളൂ അല്ലേ, 3 വിഷയങ്ങളുടെ മാർക്കേ ഉള്ളൂ. അപ്പം 3 ഫീൽഡ്, 3 പൊസിഷനിലുള്ള വാല്യൂസിനെ നമുക്കിവിടെ ഇങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യാം. ടോട്ടൽ മാർക്ക്. ഇനി ഇത് വർക്ക് ചെയ്യുമോ? ഇല്ല, കാരണം നമ്മളിതിനെ സ്ട്രിങ്ങിലായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സ്ട്രിങ്ങുമായിട്ട് നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്കിത് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അരുൺ ഡോട്ട് പ്രിൻ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് വിളിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അവിടെ എന്താ? സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പ്രിൻ്റ് ചെയ്യണം. നെയിം എന്ന് പറഞ്ഞ് എന്ത് പ്രിൻ്റ് ചെയ്യണം? ഇവിടെ ഈ അയച്ചു കൊടുത്ത അരുണിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം, ഇമെയിൽ പ്രിൻ്റ് ചെയ്യണം, ടോട്ടൽ മാർക്കും പ്രിൻ്റ് ചെയ്യണം. നോക്കാം.
നമ്മളിവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി. നമുക്കിവിടെ എത്രയൊക്കെ പൊസിഷൻ ഉണ്ട് മാർക്കിന്? 0, 1, 2. ഞാനിവിടെ കൊടുത്തിരുന്നത് 3 എന്നാണ്. അങ്ങനെ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ 2 എന്നാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫെച്ച് ചെയ്ത് ടോട്ടൽ മാർക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഈ എക്സാമ്പിൾ ഒന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാനുവലി ഒരുതരം ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തേക്കുന്ന പോലെ കൊടുത്തേക്കുന്നത്. അപ്പം 0th പൊസിഷനിൽ നമുക്ക് വാല്യൂ ഉണ്ട്, ഫസ്റ്റ് പൊസിഷനിലുണ്ട്, സെക്കൻഡ് പൊസിഷനിലുണ്ട്. ആദ്യം ഞാൻ ബൈ മിസ്റ്റേക്ക് 3rd പൊസിഷൻ കൊടുത്തു. പക്ഷെ അവിടെ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എറർ കിട്ടിയത്, റേഞ്ച് എറർ കിട്ടിയത്. അപ്പോൾ ഒന്നുകൂടെ റൺ ചെയ്യാം. ഓക്കെ, അത് ഇത്തിരി നീറ്റായിട്ട് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്ത് കിട്ടി. ഒന്ന് ക്ലീനപ്പ് ചെയ്യുകയാണ് ഇവിടെ. എന്താ പറയുക, ഇതൊരു കുറച്ച് വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇവിടെ എന്താ സംഭവിച്ചത്? സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ് ആണ് നമ്മുടെ ബ്ലൂ പ്രിൻ്റ്. അപ്പം ഇത്രയും ഇൻഫർമേഷൻ ഈ ക്ലാസ് കളക്ട് ചെയ്ത് അതിനെ ഇവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ? ഇവിടെ എത്ര സ്റ്റുഡൻ്റ് ഉണ്ടോ ആ സ്റ്റുഡൻറ്റിനെല്ലാം ഒരേ സ്ട്രക്ചർ ആയിരിക്കും. ആ സ്റ്റുഡൻറ്റിനെല്ലാം നെയിം ഉണ്ടായിരിക്കും, ആ സ്റ്റുഡൻറ്റിനെല്ലാം ഇമെയിൽ ഉണ്ടായിരിക്കും, മാർക്കും ഉണ്ടായിരിക്കും, അത് പ്രിൻ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യപ്പെട്ടാലും ആ സ്റ്റുഡൻറ്റിനെല്ലാം വേണ്ടി ഈ ഒരൊറ്റ ക്ലാസ് മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കോഡിനെ റീയൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. അതുപോലെ കോഡിനെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം സ്ട്രക്ചേർഡ് ആയിരിക്കും. നമുക്ക് മാനേജ് ചെയ്യാൻ ഒരുപാട് എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേറെ ഒരു സ്റ്റുഡൻറ്റിനെയും കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരു 2-3 സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുക, മടി കാരണം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ 4 സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസിനെല്ലാം പേര്, ഇമെയിൽ, പലതരം മാർക്കുകളും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്തത്? ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുകയാണ്. നമുക്ക് ഇവിടെ ഓരോരുത്തരായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഡീറ്റെയിൽസ്. അടുത്ത ആരാണ്? ജോൺ ഡോട്ട്. ഇവിടെ സജഷൻ കാണിക്കണം, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുകയാണ്, എളുപ്പമുണ്ടല്ലോ. ടോം ഡോട്ട് പ്രിൻ്റ് ഡീറ്റെയിൽസ്, ടോണി ഡോട്ട്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമ്മളങ്ങ് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ? സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഫസ്റ്റ് അരുണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, ജോണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, ടോമിൻ്റെ കിട്ടി, ടോണിയുടെ കിട്ടി. ഇപ്പോൾ നമുക്ക് എന്താ ഇവിടെ പ്രോഗ്രാം കുറച്ചുകൂടി ആക്സസിബിളായി, നമുക്ക് കുറച്ചുകൂടി സ്ട്രക്ചേർഡായി, നമുക്ക് എന്ത് ഡീറ്റെയിൽസും എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ തരത്തിലായി. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുവാണ് അരുണിൻ്റെ ഇമെയിൽ അഡ്രസ്സ് നമുക്കിവിടെ വേണമെന്ന് വെച്ചോ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒബ്ജക്റ്റ് എന്താണെന്ന് അല്ലേ? അപ്പോൾ അരുൺ ഡോട്ട് ഇമെയിൽ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അല്ലേ, നമുക്ക് ലാസ്റ്റ് നമുക്ക് അരുൺ ഡോട്ട് ഇമെയിൽ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അരുണിൻ്റെ ഇമെയിൽ എന്താണോ അത് പ്രിൻ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കോഡിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ സ്ട്രക്ചേർഡാക്കി, അത് തന്നെയല്ല ഈ ഒബ്ജക്റ്റുകളുടെ എല്ലാം ഫീൽഡിനെ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഏത് മുക്കിലും മൂലയിലും നിന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് ഈ ക്ലാസ് അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ഉപയോഗിച്ച ഒരു ക്ലാസ്സിനെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരുപാട് കോഡ് ലാഭം കിട്ടും. അതുപോലെ ഒരുപാട് ഫങ്ഷണാലിറ്റീസ് വീണ്ടും വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ക്ലാസ് വെച്ചിട്ടുള്ള ഈ ഒബ്ജക്റ്റുകൾ വെച്ചിട്ടുള്ള വേറെ കുറച്ച് ചെറിയ ചെറിയ എക്സാമ്പിൾസ് കാണിക്കാം. അപ്പോൾ ഇതൊരു റിയൽ ആപ്ലിക്കേഷനാണെന്ന് വെച്ചു. അപ്പോൾ ഒരു ടീച്ചറിന് തോന്നുന്നു എനിക്ക് ഈ കുട്ടിയുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്ന് അറിയണം, എന്നിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻറ്റ്, ഉദാഹരണത്തിന് ടോമിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിൽ ടോം ഡോട്ട് ഇമെയിൽ എന്ന് പ്രിൻ്റ് ചെയ്താൽ
നമുക്ക് ആ ഇമെയിൽ കിട്ടി. അതായത് ടോം എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് ഡോട്ട് ഇമെയിൽ എന്ന് വിളിച്ചപ്പോൾ ആ ടോം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഇമെയിൽ എന്താണോ ആ ഇമെയിൽ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഏത് വാല്യൂവിനെയും പ്രോഗ്രാമിൻ്റെ എവിടെ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റി. ഒരു ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. സാധാരണ ഫംഗ്ഷൻ ചെയ്തപ്പോൾ നമ്മളൊരു ലിസ്റ്റിലായിരുന്നു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരുന്നത് അല്ലേ, ഓർക്കുന്നില്ലേ? ലിസ്റ്റ് ഓഫ് മാപ്പ് ഓഫ് ഡൈനാമിക് സ്റ്റുഡൻസ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരുന്നത്, ഓർക്കുന്നില്ലേ? അതിൽ നെയിം ഇങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റുഡൻറ്റ് ഇമെയിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റിൽ എത്രാമത്തെ പൊസിഷനാണ് ഇതെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് എന്താണ് കീ എന്ന് ആലോചിക്കണം. അപ്പോൾ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പക്ഷേ ഇവിടെ ഇതിനെ നമ്മളൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലേക്ക് മാറ്റിയപ്പോൾ ഇതിനല്ലേ ഇത്രയും എളുപ്പമായി കാര്യങ്ങൾ. ഇനി ഇതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? നമുക്ക് എത്ര സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം? നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം. അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ക്ലാസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ക്ലാസ് ഉപയോഗിച്ച് പ്രോഗ്രാമിനെ നമ്മൾ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ള പ്രോഗ്രാംസിൽ എല്ലാം ഒരുപാട് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ക്ലാസ് എന്ന് പറയുന്നതും കൺസ്ട്രക്ടർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ആവശ്യമുള്ളതാണ്. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായും ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ചോദിക്കുക, സ്വന്തമായും റിസർച്ചുകൾ ചെയ്യുക. അടുത്ത വീഡിയോയും ക്ലാസ്സിനെ കുറിച്ച് തന്നെയാണ്. ക്ലാസ്സിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാനുണ്ട്. അതിനുശേഷം നമ്മളൊരു എക്സസൈസ് ആയിട്ടൊരു വലിയ പ്രോഗ്രാമും ചെയ്യും. എന്നിട്ട് മാത്രമേ ഈ ഡാർട്ടിൻ്റെ ബിഗിനർ ഈ ഒരു സെക്ഷൻ തീരുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലട്ടർ തുടങ്ങുകയാണ്. അപ്പം ഫ്ലട്ടറിൻ്റെ പാർട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പോർഷൻ നിങ്ങൾ വളരെ തറോ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. തിയറി ഒന്നും മനസ്സിലാക്കേണ്ട, ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം പഠിക്കുക. തൽക്കാലം എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ. കാരണം നിങ്ങളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത്, അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രിപ്പയർ ചെയ്യുന്നതിവിടെ. അപ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടാവണം. നന്നായി പഠിക്കുക ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.